നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫയർമാൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഫയർമാൻ എക്സാമും നമ്മുടെ പരീക്ഷയായിട്ട് എന്ത് ബന്ധം എന്ന് പറയുന്നതിന് മുമ്പിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം പാടായിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. ഒരു 65 മാർക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കായിട്ട് മാറും. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നെഗറ്റീവിൻ്റെ അയ്യര് കളിയാണ് ഇന്നലെ നടന്ന എക്സാമിൽ മിക്ക ആളുകളും 90 മാർക്ക് വരെ 90ഉം 80ഉം കർപ്പിച്ച രണ്ട് സുഹൃത്തുക്കൾ, അവരെ ഞാൻ നമിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അത് അത്രയും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ അത്യാവശ്യം കുറേ ചോദ്യങ്ങളിൽ തൊടാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. സയൻസ് സബ്ജക്റ്റുകൾ നല്ല ടഫായിരുന്നു. പൊതുവേ ഒരു എബോവ് ആവറേജ് ലെവൽ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 65 മുകളിലേക്കുള്ള മാർക്ക് അത്യാവശ്യം നല്ല മാർക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കട്ട് ഓഫ് കുറയോ കൂടുമോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഒക്കെ അവസ്ഥ അറിയാമല്ലോ. വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല, ആ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം കട്ട് ഓഫ് വരണമെങ്കിൽ, കട്ട് ഓഫ് കുറയണമെങ്കിൽ വേക്കൻസി ഒക്കെ കൂടണം. വേക്കൻസി കൂടുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി പറയാനുള്ള കാര്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, CPO IRB WCP പരീക്ഷകൾക്ക് അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ നടക്കുന്ന പരീക്ഷകളെല്ലാം നമ്മുടെ പരീക്ഷയുമായി ആ ചോദ്യ പേപ്പറിന് എപ്പോഴും എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് പാറ്റേൺ ഒരു ഷിഫ്റ്റ് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് പാറ്റേൺ ഷിഫ്റ്റ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പേപ്പറിൽ കാണുന്നത് എന്താണോ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് എന്താണോ, അത് തന്നെ ഏറെക്കുറെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ചോദ്യങ്ങൾ തന്നെ എടുത്ത് വെക്കുമെന്നല്ല പറയുന്നത്. ആ ചോദ്യങ്ങളുടെ സമാന സ്വഭാവമുള്ള അതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം. പക്ഷേ സയൻസ് സബ്ജക്റ്റുകൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ, ഫയർഫോഴ്സിന്റെ എല്ലാ കാലങ്ങളിലുമുള്ള പരീക്ഷകൾ നമ്മൾ നോക്കിയാൽ, ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും സയൻസ് എപ്പോഴും പാടാണ്. അതുകൊണ്ട് തന്നെ ആ നിലവാരത്തിലുള്ള സയൻസ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ CPO IRB WCPO പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ മനസ്സിലാക്കുന്നൊരു കാര്യം, വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ പറഞ്ഞു വന്നത്, CPO ഈ പറയുന്ന പരീക്ഷകൾ ഏത് ഏരിയ ആണോ ഫോക്കസ് ചെയ്യേണ്ടത്, ആ ഏരിയയിൽ തന്നെയാണ് കൃത്യമായിട്ട് ഫയർമാൻ്റെ പരീക്ഷയും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയുന്നല്ല, ഒരുപാട് ചോദ്യങ്ങളൊന്നും ഔട്ട് ഓഫ് സിലബസോ അല്ലെങ്കിൽ ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ CPO IRB WCPO പരീക്ഷകളെ അഭിമുഖീകരിക്കാനിരിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. 50 മുതൽ 55 മാർക്ക് വരെ ഈസി ആയിട്ട് ഇവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും സ്കോർ ചെയ്യാം. എൻ്റെ മുകളിലേക്ക് പോകുന്നതാണ് പ്രശ്നം. അത് എല്ലാവർക്കും സ്കോർ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മുകളിലേക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ഒരു നിലവാരത്തിലുള്ള ഒരു പരീക്ഷ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയുള്ള പഠനത്തിൽ ഒരു പരീക്ഷാ പേപ്പർ കാണുമ്പോൾ നമ്മുടെ പഠനത്തിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം SCRT പുതിയ ഭാഗങ്ങളിലൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. പഴയ പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഭാഗങ്ങൾ, ആ ബോക്സ് ഒക്കെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഏരിയയൊന്നും വലുതായിട്ട് നമ്മൾ പുതിയ പുസ്തകങ്ങളുടെ പുറകെ ഓടി നടക്കുന്ന ആളുകൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ, CPO IRB WCPO പരീക്ഷകളിൽ കോർ ടോപ്പിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫയർമാന് വേണ്ടി ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ആ വീഡിയോയിൽ പറയുന്ന ടോപ്പിക്കുകളെല്ലാം കറക്റ്റ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഫയർമാൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങളും വന്നേക്കുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് തന്നെയായിരിക്കും. ആ ഫോക്കസ് ഏരിയ മാറാനുള്ള യാതൊരു സാധ്യതയും നിങ്ങളുടെ പരീക്ഷകളിലും ഞാൻ കാണുന്നില്ല. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ് ഒരു പരീക്ഷയെ ബാധിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇന്നലെ പരീക്ഷ എഴുതിയ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കുറച്ച് ആളുകൾ ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്ന മക്കളെ, നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. അതൊരു ശീലമാണ്. നെഗറ്റീവ് മാർക്ക് വാങ്ങുക എന്ന് പറയുന്നൊരു ശീലമാണ്. അത് പരീക്ഷകൾ എഴുതി മാത്രം മാറുന്നതാണ്. അത്രയും പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് പ്രായമൊക്കെ കഴിയും. അതിനേക്കാൾ ഏറ്റവും നല്ല ഓപ്ഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും പരമാവധി മോക്ക് ടെസ്റ്റുകളും. ഒരു ഡെയിലി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 1, 2, 3 മോക്ക് ടെസ്റ്റുകൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു പോകണം. ഈക്വൽസിന്റെ മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ 50 മോക്ക് ടെസ്റ്റുകൾ വെറും 159 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. താഴെ നമ്പറുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമ്മുടെ ഫയർമാൻ്റെ സയൻസ് നല്ല ടഫാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, കറണ്ട് അഫയേഴ്സ് ഒരുപാട് പഴയ 2012 ചോദ്യമൊക്കെ നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല, പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ നിങ്ങളുടെ എക്സാമിന് വരാം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വരുന്ന ആ വിഷയങ്ങൾ, അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ അങ്ങനെയാണ്. അവിടെ നിന്നും ആ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 1.5 മാസം 2 മാസം മുമ്പ് വരെ നടന്ന എല്ലാ കറണ്ട് അഫയേഴ്സും, 1 മാസം മുമ്പ് വരെ നടന്ന എല്ലാ കറണ്ട് അഫയേഴ്സും നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ സയൻസുമായി ബന്ധപ്പെട്ട്
നമ്മുടെ പ്രകാശം ബലം, ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ കാണാത്ത ആളുകൾക്ക് വേണ്ടി പറയാണ്. പ്രകാശവും ബലവും എന്ന ഭാഗം ഉറപ്പായിട്ട് നിങ്ങൾ വായിക്കണം. അവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നത്. പിന്നെ നമ്മൾ കേൾക്കാത്ത കുറച്ച് ആളുകൾ കേട്ടിട്ടുണ്ടാകും ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് 1-2 കാര്യങ്ങൾ കൂടി നോക്കുക. അതിനോടൊപ്പം ചേർത്ത് പ്രൊപ്പോർഷണൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ, ഈ FTTP ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതാണ്, പ്രൊപ്പോർഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്, അതൊക്കെ ഏതൊക്കെ പദവികളാണ്, രാഷ്ട്രപതിക്ക് ഉപയോഗിക്കുന്ന ഏതാണ്, ഉപരാഷ്ട്രപതിക്ക് ഏതാണ്, അല്ലെങ്കിൽ മറ്റ് MLA-മാർക്ക് MP-മാർക്ക് ഏത് സിസ്റ്റമാണ്, ഇതൊക്കെ കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ടാക്സ് ഞാൻ പറഞ്ഞതാണ്, ടാക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവും. ഫയർമാൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. നിങ്ങളുടെ എക്സാമിന് വരുമെന്ന് പറഞ്ഞു, പക്ഷേ ഇവരുടെ എക്സാമിന് വന്നിട്ടുണ്ട്. ടാക്സ് നോക്കുക. പിന്നെ GDP, NNP, GNP പോലുള്ള ടേംസ് നോക്കി വെക്കുക. വേൾഡ് വാർ 2, നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേൾഡ് വാർ 2 ഒന്ന് നോക്കി വെക്കുക. വേൾഡ് വാർ 2മായി ബന്ധപ്പെട്ട് ശേഷം വരുന്ന നാറ്റോ ആണ് ചോദിച്ചത്. നാറ്റോ ചോദിക്കുമെന്ന് ആ വീഡിയോയിൽ നാറ്റോ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാറ്റോ പക്ഷേ ഫയർമാനാണ് ചോദിച്ചത്. അപ്പം നാറ്റോ കൂടി ഒന്ന് നോക്കി വെക്കുക. വേൾഡ് വാർ 2ഉം അതിനോടൊപ്പം ചേർത്ത് പഠിക്കണം. പിന്നെ കേരളത്തിലെ നദികൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ശിലകളാണ് നമ്മുടെ ഈ എക്സാമിന് ചോദിച്ചത്. നിങ്ങൾ അന്തരീക്ഷത്തിന്റെ ഘടന, ഇതുപോലെയുള്ള സാധനങ്ങൾ കൂടി ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് അതായിരിക്കും ചോദിക്കുന്നത്. പിന്നെ കമ്മീഷനുകൾ ഞാൻ എടുത്തു പറഞ്ഞതാണ്. കാർവേ കമ്മീഷന്റെ കാര്യം, കാർവേ കമ്മിറ്റിയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞതാണ്. ശിവരാമൻ, കാർവേ പോലുള്ള കമ്മിറ്റികൾ, അതല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഭരണഘടനാപരമായിട്ട് വന്നിട്ടുള്ള മറ്റ് കമ്മീഷനുകൾ കൂടി അതിൻ്റെ കൂടെ ചേർന്ന് വായിക്കുക. ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സംഭവമാണെന്നല്ല പറയുന്നത്, ആർക്ക് വേണമെങ്കിലും പറയാം, മറ്റൊരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വലിയ ആളാന്നല്ല പറഞ്ഞത്. പിന്നെ ലിസ്റ്റ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ലിസ്റ്റ് ഉറപ്പായിട്ടും ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഫണ്ടമെന്റൽ റൈറ്റ്സും പൗരത്തിൽ നിന്ന് വന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിന്ന് പാറ്റേൺ ഷിഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഫസ്റ്റ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഫോർത്ത് പാർട്ടിയിൽ നിന്നോ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളിൽ നിന്നോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രപതി, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്തുവാണ് വരുമെന്ന് പറഞ്ഞതാണ്. 44, 42 നന്നായിട്ട് പഠിക്കുക. 86 വന്നു. ഇനി 73, 74 വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ആറ്റം ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പറഞ്ഞു. ആറ്റം നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്. ആറ്റം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒക്കെയാണ് ചോദിച്ചത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ആറ്റം മോഡൽസ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ദ്രവ്യവുമായി ബന്ധപ്പെട്ട് ആ കൺസെപ്റ്റുകളെല്ലാം ഒന്ന് നോക്കി വെക്കുക. ദ്രവ്യത്തിന്റെ ഏറ്റവും പുതിയ മോഡലുകൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കും. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതുകൊണ്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പറ്റത്തില്ല എന്ന നിയമമൊന്നുമില്ല. പിന്നെ നമ്മുടെ രാജാറാം മോഹൻ റായ്, എന്താ അറിയത്തില്ല, രാജാറാം മോഹൻ റായ് ഞാൻ പറഞ്ഞതാണ്. അത് നിങ്ങൾ ആ വീഡിയോ ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം, നിങ്ങൾ നോക്കിക്കോളാം. രാജാറാം മോഹൻ റായ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇവർക്ക് എന്തായാലും വന്നിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ കീഴരിയൂർ ചോദ്യം വന്നിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അവിടെ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ മലയാളം ശൈലികൾ, പിരിച്ചെഴുത്ത്, എതിർലിംഗം, സമാനപദം, പഴഞ്ചൊല്ലുകൾ, ഒറ്റപ്പദം, ശരിയായ പദം, ഇത്രയും ഭാഗങ്ങൾ. ഇംഗ്ലീഷ് എന്താണോ പറഞ്ഞത് ക്വസ്റ്റ്യൻ ടാഗ്, ഈ വോയിസ്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എക്സാം ആയിട്ടാണ് CPO, IRB, WCPO-കാർ എടുക്കേണ്ടത്. കാരണം നമ്മൾ കോർ ഫോക്കസ് എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഫോക്കസ് ഏരിയയിൽ നിന്ന് എക്സാം ഷിഫ്റ്റ് ആവാനുള്ള ചാൻസ് അത്രയും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതല്ലാതെ കുറച്ച് അമൃത് പോലെയുള്ള പദ്ധതികൾ, പിന്നെ നമ്മുടെ പുതുതായിട്ട് വന്നിട്ടുള്ള ചെനാബ് പോലെയുള്ളത്, അതൊക്കെ നമുക്ക് ചെനാബ് ഒന്നുകൂടി നോക്കി വെച്ചോളാം കേട്ടോ. ചെനാബിൻ്റെ പ്രത്യേകത എന്താണ്, ലോകത്തിൻ്റെ ചെനാബ് നോക്കുമ്പോൾ ചെനാബിൻ്റെ പ്രത്യേകത എന്താണ്, ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് നോക്കി. ചെനാബൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും അല്ലേ. കഴിഞ്ഞ മാസവും അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. സോ പഠനത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. അത് വളരെ പോസിറ്റീവായിട്ടുള്ള എക്സാം ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളും ഫോക്കസ് ചെയ്തത് എന്താണോ ആ ഫോക്കസ് ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഫയർമാൻ എക്സാമിനും ചോദ്യം വന്നിട്ടുള്ളത്. അത് മൊത്തത്തിൽ നമ്മളെ ഒരു പോസിറ്റീവായിട്ട് മാത്രം, അത് കണ്ടുകൊണ്ട് കുറച്ചാളുകൾ മെസ്സേജ് ചെയ്താൽ പാടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ നമ്മൾ എന്താണോ പഠിക്കേണ്ടത് അവിടെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. നമ്മുടെ എക്സാമിനും CPO, IRB, WCPO എക്സാമിനും ഈ കോർ ഫോക്കസ് ഏരിയ വലുതായിട്ട് ഷിഫ്റ്റ് ആവില്ല എന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് ഏരിയ ആണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഏരിയ തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിൽ നിന്ന് ഇതുപോലെയുള്ള ചോദ്യങ്ങളല്ല, പകരം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇവിടെ സയൻസ് ആണ് ടഫ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആകാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ആയിരിക്കും. കാരണം അവിടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. പിന്നെ ഹിസ്റ്ററിയും ഇത്രയും എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ CPO പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും മൊത്തത്തിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്.
അത് നിങ്ങൾക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാം നല്ല കാര്യത്തോട് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയൊന്നും ഉഴപ്പിയൊന്നും നിൽക്കരുത്. കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോളൂ. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഓൾമോസ്റ്റ് ഒരു 70 to 80% നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. അത്രയും മതി. ഇനി ബാക്കിയുള്ള 20% പുറകെ ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ദയവ് ചെയ്ത് കട്ട് ഓഫ് ചോദിക്കരുത്. ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.